നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. എപ്പോഴാണ് ഈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സർ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് ഫോർമാറ്റുകളുണ്ട്. ഇ റൈസ് ടു എ എക്സ് വന്നാലും നമുക്ക് ചെയ്യാൻ അറിയാം, സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി വന്നാലും ചെയ്യാൻ അറിയാം, കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി വന്നാലും ചെയ്യാൻ അറിയാം, എക്സ് റൈസ് ടു എം വന്നാലും ചെയ്യാൻ അറിയാം, ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വന്നാലും നമുക്ക് ചെയ്യാൻ അറിയാം. സോ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വന്നാലും ചെയ്യാൻ അറിയാം. അപ്പൊ ആ ഒരു ടൈപ്പ് ഫോർമാറ്റുകളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ എക്സ് റൈസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് അത് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യണം. സോ ഇപ്പം മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എക്സാമിന് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു സെക്ഷനാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. ഇതിനുശേഷം ലഗ്രാഞ്ച് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ കോഷീസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വളരെ കോഷീസ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് സെക്കൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ y ഡബിൾ ഡാഷ് പ്ലസ് k1 ഇൻറ്റു y ഡാഷ് പ്ലസ് k2 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇപ്പൊ ഈ ഒരു ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. y ഡബിൾ ഡാഷ് പ്ലസ് k1 ഇൻറ്റു y ഡാഷ് പ്ലസ് k2 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഈ ഒരു ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ k1 k2 കോൺസ്റ്റന്റ്സ് ആണ്, അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ വർക്കിംഗ് റൂൾ എന്ന് പറയുന്നത്, നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, c1 y1 പ്ലസ് c2 y2 ഫോർമാറ്റിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടുന്നത്, കാരണം സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട്. നെക്സ്റ്റ് നമ്മൾ വ്രോൺസ്കിയൻ കണ്ടുപിടിക്കണം. ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചാണ് ഡിറ്റർമിനന്റ് y1 y1 ഡാഷ് y2 y2 ഡാഷ്. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഫൈനൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. പർട്ടിക്കുലർ ഇന്റഗ്രൽ ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൈനസ് y1 ഇൻറ്റു ഇന്റഗ്രൽ y2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ വ്രോൺസ്കിയൻ w പ്ലസ് y2 ഇൻറ്റു ഇന്റഗ്രൽ y1 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ വ്രോൺസ്കിയൻ w dx. സോ ഇന്റഗ്രൽ ഇത് നിങ്ങൾ എഴുതുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് എഴുതുക, ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ബാക്കി പ്ലസ് താഴെ എഴുതുക കേട്ടോ. പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു മൈനസ് y1 ഇന്റഗ്രൽ y2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ w dx പ്ലസ് y2 ഇൻറ്റു ഇന്റഗ്രൽ y1 ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ w dx. ഇതാണ് നമ്മുടെ 3 സ്റ്റെപ്സ്. ഈ 3 സ്റ്റെപ്സും നന്നായിട്ട് കാണാതെ അറിഞ്ഞിരിക്കുക. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, വ്രോൺസ്കിയൻ, പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഇപ്പൊ ഈ 3 കാര്യങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക. ഇത്രയും കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രലും കിട്ടിയാൽ ഫൈനൽ സൊല്യൂഷൻ എന്താണ്, ഫൈനൽ സൊല്യൂഷൻ y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, ഫൈനൽ സൊല്യൂഷൻ കിട്ടും. സോ അപ്പൊ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിക്കോ. സോൾവ് d സ്ക്വയർ y ബൈ dx സ്ക്വയർ d സ്ക്വയർ y ബൈ dx സ്ക്വയർ പ്ലസ് 4y is equal to tan 2x. Solve d square y by dx square plus 4y is equal to tan 2x. ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഓക്സിലറി ഇക്വേഷൻ നിങ്ങൾക്ക് നേരിട്ട് എഴുതാൻ പറ്റുമല്ലോ, നമുക്ക് കൂടുതൽ സ്റ്റെപ്സ് ഒന്നും കളയണ്ട. d ബൈ dx ന് ക്യാപിറ്റൽ d കൊടുക്കണം. അപ്പൊ d സ്ക്വയർ y പ്ലസ് 4y is equal to 0 എന്ന് വരും. y പുറത്തെടുത്താൽ d സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു y equal to 0 എന്ന് വരും. d ക്ക് പകരം m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ m സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു എന്ത് വരും, 0. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഓക്സിലറി ഇക്വേഷൻ. നേരിട്ട് ഓക്സിലറി ഇക്വേഷനിലേക്ക് പോകാലോ. d ബൈ dx ക്യാപിറ്റൽ d ക്ക് m, അപ്പൊ m സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു y ഈക്വൽ ടു 0, അതായത് m സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0. ദിസ് ഈസ് അവർ ഓക്സിലറി ഇക്വേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ m സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4, m ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 4 പ്ലസ് ഓർ മൈനസ് 2i. സോ m ഇസ് ഈക്വൽ ടു ഇതിനെ എങ്ങനെ എഴുതണം, 0 പ്ലസ് ഓർ മൈനസ് 2i എന്ന് എഴുതണം. കാരണം സ്റ്റാൻഡേർഡ് m1 പ്ലസ് ഓർ മൈനസ് m2i. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ അഥവാ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു e റൈസ് ടു m1x 0x ഇൻറ്റു c1 cos m2x, m2 is 2x plus c2 sin m2x, m2 is 2.
സോ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു എനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. സോ 1 ഇൻറ്റു 1 ഇൻറ്റു ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. 1 ഇൻറ്റു ഇത് തന്നെയാണ്. ബാക്കി c1 cos 2x പ്ലസ് c2 sin 2x. കമ്പയറിംഗ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഓഫ് എ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, c1 എന്ന് പറയുന്നത് cos 2x, സോറി y1 എന്ന് പറയുന്നത് cos 2x, y2 എന്ന് പറയുന്നത് എന്ത് കിട്ടി sin 2x. ഒരു കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. c1 y1 പ്ലസ് c2 y2 ആണ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. കമ്പയർ ചെയ്യുമ്പോൾ y1 എന്ന് പറയുന്നത് cos 2x, y2 എന്ന് പറയുന്നത് എന്താണ് sin 2x. w is equal to determinant y1 cos 2x, y2 sin 2x, y1 dash cos 2x ഡെറിവേറ്റീവ് മൈനസ് 2 sin 2x. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് sin 2x, അകത്ത് കിടക്കുന്ന 2x ഡെറിവേറ്റീവ് 2. sin 2x ഡെറിവേറ്റീവ് എന്ത് വരും 2 cos 2x. സോ sin 2x ഡെറിവേറ്റീവ് cos 2x, 2x ഡെറിവേറ്റീവ് 2, അപ്പോൾ 2 cos 2x. സോ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, റൈറ്റ് ഡയഗണൽ പ്രോഡക്റ്റ് മൈനസ് ലെഫ്റ്റ് ഡയഗണൽ പ്രോഡക്റ്റ്. cos 2x into 2 cos 2x, 2 into cos square 2x മൈനസ്. അപ്പൊ ഈ മൈനസ് ജനറൽ, കാരണം ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓൾറെഡി എന്ത് വരും, ഒരു മൈനസ് വരും. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. റൈറ്റ് ഡയഗണൽ പ്രോഡക്റ്റ് മൈനസ് ലെഫ്റ്റ് ഡയഗണൽ പ്രോഡക്റ്റ്. അപ്പൊ ആ മൈനസ് ആണ് ഇത്. ലെഫ്റ്റ് ഡയഗണൽ ഇത് പ്രിൻസിപ്പൽ ഡയഗണൽ ആണ്. സോ ലെഫ്റ്റ് ഡയഗണൽ മൈനസ് 2 into sin 2x into sin 2x sin square 2x. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഈ മൈനസ് വന്നെങ്ങനെ മനസ്സിലായല്ലോ, ഇത് ഡിറ്റർമിനന്റ് ഇവാലുവേഷനകത്തുള്ള മൈനസ് ആണ്. ഇത് ഇവിടെ ഈ മൈനസ് 2ന്റെ കൂടെ ഉള്ള മൈനസ് ആണ്. അപ്പൊ ഒരിക്കലും എക്സാമിന് ഒരു മൈനസ് മാത്രം ഇട്ട് കളയരുത്. സാറിന് ഒരുപാട് പേര് വരുത്തുന്ന മിസ്റ്റേക്ക് ആണ് ഈ ജനറൽ മൈനസ് ഇടാൻ മറന്നു പോകുന്നത് കേട്ടോ. റൈറ്റ് ഡയഗ്രാം മൈനസ്, അത് കഴിഞ്ഞിട്ട് വേണം ഈ മൈനസിന്റെ കാര്യം ഓർക്കാൻ. 2 cos square 2x, ഈ രണ്ട് മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആവും 2 sin square 2x. രണ്ട് ടേംസിൽ നമുക്ക് 2 പുറത്തെടുത്താൽ ബാക്കി എന്ത് വരും, cos square 2x പ്ലസ് sin square 2x ഈക്വൽ ടു 2 into ഇതെന്താ നമുക്കറിയാം, sin square x പ്ലസ് cos square x 1. അപ്പം എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസറിന് വ്യത്യാസമില്ല. sin square 2x പ്ലസ് cos square 2x 1 ആണ്. sin square x by 2 plus cos square x by 2 1 ആണ്. ഹാഫ് ആംഗിൾ ഫോർമുലയ്ക്ക് അനുസരിച്ച്. സോ sin square 2x plus cos square 2x is always എന്താണ് 1. ആൻസർ 2 into 1, ആൻസർ എന്താണ് 2. സോ അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് കിട്ടി, റോൺസ്കിയൻ കിട്ടി. സോ അപ്പം CF ലെ y1 കിട്ടി, y2 കിട്ടി, w കിട്ടി. സോ y1 y2 f of x w, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാം. സോ അപ്പം നമുക്ക് അത്രയും കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതിയിടാം. എന്തൊക്കെ ആവശ്യമുണ്ട് പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ. y1 ആവശ്യമുണ്ട്. y1 എന്ന് പറയുന്നത് എന്താണ്, y1 cos 2x ആണ്. y2 എന്ന് പറയുന്നത് sin 2x. കാരണം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമുക്ക് കിട്ടിയായിരുന്നല്ലോ, c1 cos 2x പ്ലസ് c2 sin 2x. അപ്പൊ അവിടെ നിന്നാണ് y1 y2 നമുക്ക് കിട്ടിയത്. നമ്മൾ ഇവിടെ തന്നെ y1 y1 ഡാഷ് y2 y2 ഡാഷ് അല്ലേ. സോ പിന്നെ ആരെ വേണം, f of x വേണം. f of x നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയേ, ആദ്യം എഴുതിയ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഫംഗ്ഷൻ എന്തായിരുന്നു, tan 2x ആയിരുന്നു. tan 2x റൈറ്റിൽ കിടന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ മെയിൻ ക്വസ്റ്റ്യനകത്ത് റൈറ്റ് സൈഡിൽ കിടന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, അപ്പൊ അതാണ് നമ്മുടെ f of x എന്ന് പറയുന്നത്. അത് tan 2x ആയിരുന്നു. നെക്സ്റ്റ് ആവശ്യമുള്ളത് റോൺസ്കിയൻ. റോൺസ്കിയൻ നമുക്ക് കിട്ടി, എത്രയാണ് 2. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവശ്യമുള്ളത്. എല്ലാവരും ആയെന്ന് തോന്നുന്നു, എല്ലാവരും ആയി. സോ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു മൈനസ് y1 എന്ന് പറയുന്നത് എന്താണ്, cos 2x, ഇന്റഗ്രൽ y2 എന്ന് പറയുന്നത് എന്താണ്, sin 2x into f of x tan 2x divided by w2 y2 ആരാണ്, sin 2x ഇന്റഗ്രൽ y1 cos 2x into f of x tan 2x by w2 dx. സോ രണ്ട് ടേംസിൽ നമുക്ക് ആരെ പുറത്തെടുക്കാം, ഇവിടെ ഈ ടേമിൽ ബൈ 2 ഉണ്ടല്ലോ, അപ്പൊ മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ ഈ 2 പുറത്തെടുത്തു. ഇന്റഗ്രൽ 1/2 കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തെടുത്തു. sin 2x into tan 2x dx പ്ലസ് ഇവിടെയും ബൈ 2 പുറത്തെടുക്കാം. sin 2x by 2 into ഇന്റഗ്രൽ cos 2x into tan 2x ആണ് കേട്ടോ, tan 2x dx. സോ
So this is equal to minus cos 2x divided by 2 into integral sin 2x into tan 2x നെ എങ്ങനെ എഴുതണം? sin 2x divided by cos 2x. sin theta by cos theta ആണ് tan theta. tan 2x നെ sin 2x by cos 2x എന്ന് എഴുതി dx plus sin 2x by 2 into integral cos 2x into tan 2x നെ ഇപ്പുറത്ത് എഴുതിയ പോലെ sin 2x divided by എന്താണ് എഴുതണം? cos 2x dx is equal to minus cos 2x divided by 2 into sin 2x into sin 2x sin square 2x divided by cos 2x dx plus sin 2x divided by 2 into integral cos 2x cancel बाकी sin 2x dx. So this is equal to minus cos 2x divided by 2 into integral sin square 2x. നമുക്ക് തൊട്ട് മുമ്പേ ഒരു ഇക്വേഷൻ ആയിരുന്നു sin square 2x plus cos square 2x എന്താണ് 1. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ sin square 2x ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 minus cos square 2x കൊടുക്കാം. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? cos 2x. sin square 2x ന് പകരം ഞാൻ എന്ത് കൊടുത്തു? 1 minus cos square 2x കൊടുത്തു by cos 2x dx plus sin 2x divided by 2 into integral sin 2x. cos 2x ന്റെ ഡെറിവേറ്റീവ് ആണ് minus sin 2x. സോ ആ മൈനസ് ആൻസറിൽ കൊടുക്കണം. minus cos 2x divided by ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അകത്ത് കിടക്കുന്ന 2x ഡെറിവേറ്റീവ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈക്വൽ ടു minus cos 2x divided by 2 into സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. ഇന്റഗ്രൽ 1 by cos 2x sec 2x minus cos square 2x by cos 2x. ഒരു കോസും കട്ടായാലും ബാക്കി cos 2x dx plus into minus sin 2x into cos 2x അതുപോലെ തന്നെ ഇടുക. sin 2x into cos 2x divided by 2 into 2 എന്ത് വരും? 4. This is equal to minus cos 2x by 2 ഇന്റഗ്രൽ sec x പഠിച്ചിട്ടുണ്ട്. log sec x plus tan x. ഇന്റഗ്രൽ sec x എന്താണ്? ഇന്റഗ്രൽ sec x ട്രിഗണോമെട്രി ഇന്റഗ്രൽസ് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. ഇന്റഗ്രൽ sec x എന്താണ്? log sec x plus tan x. അത് നിങ്ങൾ സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുള്ളതാണ്. സോ log sec 2x plus tan 2x. log sec x plus tan x ആണ് ഇന്റഗ്രൽ sec x. പഠിച്ചിട്ടുള്ളതാണ്. ഇന്റഗ്രൽ sec x എന്ന് പറയുന്നത് എന്താണ്? log sec x plus tan x plus c. ഇത് പ്ലസ് 2 പഠിക്കാനുള്ളതാണ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനകത്ത് പഠിക്കുന്നതാണ്. സോ അപ്പൊ sec x ന്റെ ആയി മൈനസ് cos 2x ന്റെ ഇന്റഗ്രൽ എന്താണ്? sin 2x ന്റെ ഡെറിവേറ്റീവ് ആണ് cos 2x. ഇവിടെ ശ്രദ്ധിക്കണം 2x ആണ്. അപ്പൊ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ 2x അല്ലേ? അയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടാണോ? ഹരിച്ചിട്ടാണോ അല്ലേ? അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. അകത്ത് x മാത്രമാണെങ്കിൽ x ന്റെ ഡെറിവേറ്റീവ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സോ 2x ആകുമ്പോൾ നമ്മൾ 2 കൊണ്ട് എന്ത് ചെയ്തിരിക്കണം? ഡിവൈഡ് ചെയ്തിരിക്കണം. മൈനസ് sin 2x ന്റെ ഡെറിവേറ്റീവ് ആണ് cos 2x ബൈ 2x ന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. മൈനസ് ബാക്കി എന്തുണ്ട്? sin 2x cos 2x ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 4. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിടാം അല്ലെ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ വരിക? മൈനസ് ഉള്ളിലേക്ക് വന്നു. മൈനസ് cos 2x ഇൻറ്റു log sec 2x പ്ലസ് tan 2x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 എന്ത് വരും? 4. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് sin 2x ഓൾറെഡി അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഒരു cos 2x അകത്തോട്ട് വരും ബൈ 2 ഇൻറ്റു 2 എന്താണ്? 4. ബാക്കി ഇവിടെ എന്തുണ്ട്? മൈനസ് sin 2x ഇൻറ്റു cos 2x divided by എന്താണ്? 4. sin 2x cos 2x by 4 sin 2x cos 2x by plus sin 2x cos 2x by 4 minus sin 2x cos 2x by 4 കൂടെ എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. സോ ഫൈനൽ ആൻസർ എന്താ കിട്ടി? മൈനസ് cos 2x ഇൻറ്റു log sec 2x plus tan 2x divided by എന്താണ്? 4. നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ.
സോ ദിസ് ഈസ് അവർ പർട്ടിക്കുലർ ഇന്റഗ്രൽ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്? c1 y1 c1 cos 2x നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ് c2 sin 2x പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ പ്ലസ് മൈനസും വരുമ്പോൾ മൈനസ്, ബാക്കി cos 2x ഇൻറ്റു log sec 2x പ്ലസ് tan 2x ഡിവൈഡഡ് ബൈ എന്താണ് 4. സോ ദിസ് ഈസ് അവർ ഫൈനൽ സൊല്യൂഷൻ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം മാർക്ക് കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. 6 മാർക്ക് ഒറ്റയടിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ.